ചില മനിതരുകളിൽ ചിന്തിച്ച് പാത്ത ശിരിപ്പ് വരും. ആര് പറഞ്ഞ അത് ശിവാജി ഗണേശൻ പറഞ്ഞ എന്റെ ചങ്ങായിനെയോ മനസ്സിലാവോ? നമ്മള് ഓന്റെ സിനിമ ഷൂട്ടിംഗ് ഒക്കെ കണ്ടുകൊണ്ട് ഓനോട് എത്തി എന്നുകൊണ്ടൊക്കെ കണ്ടുകുത്തിരിക്കാൻ പറയും. അപ്പൊ ഓന്റെ പടാണ് ശിവന്തമൺ, അങ്ങനെ വസന്തമാളിക. വസന്തമാളിക മദ്രാസ് കണ്ടിന്. ചെറുതാണ്, ചിന്ന കുളന്ത ഒന്നല്ല, പൗതി കുളമ്പ. അപ്പൊ അങ്ങനെ ശിവാജിന്റെ ഒരു ഇതാണ് ഇപ്പൊ പാടിയത്. മൂപ്പര് പറഞ്ഞതാണ്, എന്തോ ഒരു കവിത പറഞ്ഞതാണ്. ചില നേരങ്ങളിൽ ചില മനിതരുകളിൽ ചിന്തിച്ച് പാത്ത ചിരിപ്പ് വരുന്നതാണ്. അങ്ങനെ ചിരിപ്പ് വരുന്ന വർണ്ണങ്ങൾ ഈ ചായ കണ്ടിട്ട് ബീരാംടീന്റെ അയ്മലാണല്ലോ. അതാണ് ഇപ്പൊ ഇവിടെ 3 ചായയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്. 3 ചായയിൽ 3 കളറാണ്. ഇത് ലൈറ്റ്, അത് ഒരു മീഡിയന്റെ അപ്പുറം സ്റ്റാങ്ക്, അത് സ്റ്റാങ്ക് ടീ. இந்த டீ ஸ்டாங்கிല് മേലെ എന്താടാ, അതുക്ക് മേലെ ഇത് 500 പൊടിയിലാണ് എടുക്കുക. എങ്ങനെ ഇത് വരുമോല്ല? ഈ ചെറുക്കന്റെ കച്ചവടം ഈ തോതിൽ നഷ്ടപ്പെടാനുള്ള കാരണം ഈ ഒരു ചായ. 15 ഉറുപ്പ്യന്റെ പൊടിയല്ലേ, 15 ഉറുപ്പ്യന്റെ പൊടിയല്ലേ ഈ 10 ഉറുപ്പ്യന്റെ ചായ കൊടുക്കുന്നത്. പാല് വാറി ഇന്നാളോ ഒരു ബാട കൊടുത്തപ്പോ അതിലൊരു ആണി. അപ്പൊ ഞാൻ ഓനോട് ചോദിച്ചു എത്ര ഇതിലൊരു ആണി. ഒന്നാരെ കാക്ക കച്ചവടം പൊടിയുള്ള കാരണമാക്കി തന്നെ 15 പൈസന്റെ ആണിയാണ് 10 പൈസന്റെ വടയിൽ കൊടുക്കുന്നത്. അങ്ങനെയാണ്. അതേമാതിരി ഓൻ ഒരു ബിരിയാണി ഉണ്ടാക്കിയപ്പോ ഓന്റെ അടുത്ത് പേസ് വീണു ബിരിയാണി ചെമ്പില്. 15 ദിവസം കഴിഞ്ഞിട്ടാ കിട്ടുന്നത്. അപ്പൊ എത്ര ഇതിൽ ബിരിയാണി അറിഞ്ഞു കൊടുത്തപ്പോളേ, അത് സാറേ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ അടുത്ത് വീണു പോയതാ, ഇന്നാണ് ഇപ്പൊ കിട്ടിയത്. കാരണം ഒരാഴ്ചത്തെ പാക്കുള്ള ബിരിയാണിയാണ് കൊടുക്കണത്. ഇതൊക്കെയാണ് ഞങ്ങളെ ഇവിടെ ബിരാൻറ്റിന് അങ്ങനെ പറയാൻ പറ്റില്ല. കഴിഞ്ഞ ആഴ്ച ബിരാൻറ്റി പറഞ്ഞിട്ട് അവിടെ ഓമാൻ ഒരാൾ. ആയിക്കോട്ടെ.